തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ബീഹാർ ജനതയിൽ ഉണ്ടായ ഒരു മാറ്റം, അവിടെ ഉണ്ടാകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം പോസിറ്റീവാണ്. ഹരിയാനയിലേതുപോലെയോ മഹാരാഷ്ട്രയിലേതുപോലെയോ വലിയ രീതിയിലുള്ള ഇലക്ഷൻ അട്ടിമറി നടന്നില്ല എങ്കിൽ ബീഹാറിൽ സ്മൂത്തായി ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും RJDക്ക്. കേവല ഭൂരിപക്ഷവും താണ്ടി ഒരുപക്ഷെ RJD ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത വരെ മുന്നിൽ കാണുകയാണ്. മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയ സാധ്യതയുണ്ട് എന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് വരുമ്പോൾ ഐക്യ ജനതാദൾ പരുങ്ങലിലാണ്. 101 സീറ്റുകൾ വീതം ഐക്യ ജനതാദളും BJPയും, ബാക്കിയുള്ള സീറ്റുകൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും അതുപോലെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്കും ഒക്കെ വീതം വെച്ച NDAയിൽ പക്ഷേ അത്ര കോൺഫിഡൻസിലല്ല കാര്യങ്ങൾ. ഇലക്ഷൻ അട്ടിമറി മാത്രമാണ് അവർക്ക് ഏക ശരണം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ തോതിലുള്ള കൈവിട്ട സഹായം, അതും പ്രതീക്ഷിച്ചാണ് ഇവരുടെ നിൽപ്പ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ഏതാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ EVMകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുത്തത് മുതൽ BJPക്കുള്ളിൽ തന്നെ വലിയ ആകുലതയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെല്ലാം BJPക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. വോട്ട് ചോരി വിഷയവും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും വോട്ടർമാരുടെ പേര് വലിയ തോതിൽ നീക്കപ്പെടുന്ന കാഴ്ചയും, അത് വോട്ടർമാരുടെ മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരന്റെയും മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന സംഭവ വികാസമാണ്. ഇത്രയധികം അധപ്പതിച്ചോ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ഏത് പാഴ്വേലയും ചെയ്യാൻ സന്നദ്ധരായി ഇരിക്കുകയാണോ? അന്തസ്സത്തെ നഷ്ടപ്പെടുത്തുകയാണോ? ഒരു സിവിൽ സർവന്റ്, ഒരു IAS കാരനായ ഒരു ബ്യൂറോക്രാറ്റ് ഇത്ര തരം താഴ്ന്നോ എന്ന ചോദ്യം കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ രാജ്യത്ത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പൊളിച്ചെഴുതാനും രാജ്യസഭയിൽ പരമാവധി അംഗങ്ങളെ കൂട്ടാൻ വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനും ചെയ്യുന്ന മോദിയുടെ തന്ത്രവിദ്യകൾ പൊളിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിയും ഈ രാജ്യത്തെ ഇന്ത്യ മുന്നണി നേതാക്കളും ആവുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലതിലും മസിൽ പവറും മണി പവറും ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ്. ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരറ്റത്ത് നിന്ന് നിർമ്മലാ സീതാരാമനെ പോലെ കഴിവുകെട്ട ഒരു വ്യക്തി പൊളിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കാൻ ശ്രമിക്കുമ്പോൾ, നരേന്ദ്രമോദി ആകട്ടെ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ച് പിടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് ബീഹാർ ഒരു പ്രതീക്ഷയായി നിൽക്കുന്നത്.